എന്തോ ആലോചിച്ചോണ്ട് നിക്കുവാ. അതെ, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു എന്ന് വിചാരിച്ചേ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ല. അയ്യടാ വന്നിരിക്കുന്നു. എന്താ പേര്? അവൻ പൊട്ടനാ. അയ്യേ പൊട്ടനാ. എന്തത് ആനൂട്ടോ? ലക്ഷ്മി ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയോ? അങ്ങോട്ട് ഇരിക്ക്. ഞാൻ ഇത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലേ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനാരാടിയിരിക്കുക? ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. 2 ദിവസമായിട്ടേ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും ആന്റണി ഇട്ടതല്ലെന്നറിയാം. ആദിത്യ, 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? കൊടുക്കണം, കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയിൽ കൂടോത്രമെന്ന് കേട്ടിട്ടുണ്ട്, മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കഴിച്ചു കൃഷ്ണ, ഇങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. നമസ്തേ. ആദിത്യന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണെന്ന് ഇവനിപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. തന്നെ കൊണ്ട് അധികം പണികൾ ചെയ്യിക്കണ്ട എന്ന റെക്കമെൻഡുമായിട്ട് വന്നിരിക്കുകയാണ് ഇയാൾ. മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നു മുതൽ തറവാടിനുള്ളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി. എന്താടോ പോരെ? മോനെ ആദി, അപ്പന് പറയാനുള്ളത് പറഞ്ഞു. എടാ, എനിക്ക് അവളായിട്ട് യാതൊരു വിധ ഇതില്ലാന്ന്. അപ്പൊ ആനണിച്ചന്റെ പാത്രത്തിൽ 8 മുട്ട എങ്ങനെ വന്നു? മുട്ട നിന്റെ തന്തടാ. അപ്പനെന്തിനാ ഇവന്റെ അടുത്ത് ചൂടാവണേ? വർമ്മ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എടാ ആദി, വർമ്മ സാറിന് ഒരു സംശയം തോന്നിയതാവാം. നീ അപ്പം പറഞ്ഞ് വിശ്വസിക്കാൻ. മുട്ട എങ്ങനെ വന്നേ? എന്റെ അമ്മേ. മോനെ, ലക്ഷ്മി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചല്ലോ, മുട്ട സഹിതമല്ലേ പിടിച്ചത്. 2 3 ആണോ 8 മുട്ട? മോനെ, നീ അമ്മയൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പന്റെ പ്രേമം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സ്വന്തം മകനെ ഏർപ്പാടാക്കുന്ന ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു അപ്പൻ ലോകത്തെങ്ങും കാണില്ല. ഇത്രയും പ്രായപൂർത്തിയായ ഒരു അപ്പന് പറ്റിയ പണിയാണോ ഇതൊക്കെ? മോനെ ആദി, നീ എന്നെ ആദി പിടിപ്പിക്കരുത്. എല്ലാം പോട്ടെ, സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച് എന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? എന്റെ പേടി അതല്ല. വീട്ടിൽ കാശ് കിട്ടാനുള്ളവർ വരുമ്പോ ലക്ഷ്മി അമ്മ പറയുമായിരുന്നു മരിച്ചു കളയുന്നു. ഇപ്പൊ ഇതും കൂടെ അറിയുമ്പോ ലക്ഷ്മി അമ്മ വല്ല അവിവേകവും. അയ്യോ മോനെ ആദി, പീതാംബര, നീ അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നിനക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാലോ. എനിക്ക് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോവാം. കാരണം ഞാൻ അവരുടെ മോനാണല്ലോ. ഞാനിവിടെ കാലുകുത്തിയ അപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഊമയാക്കില്ലേ. ഇനിയിപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്ത് പറയാൻ? 8 മുട്ടയും തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പട പൊട്ടാ. ഇനി ഇച്ചിരി പാട്ട് കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിമുട്ടയുടെ പോഷക ഗുണങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഇനി കോഴിമുട്ട കൊണ്ടുള്ള പലതരം അയ്യോ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ചേച്ചി. ഞാനൊന്ന് നടുനിവർത്തണമെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല. ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കാര്യം.
എന്റെ പൊന്നേ. യൂതിഞ്ഞല്ല. എന്റെ മകൻ. ഏയ്, എന്തോരം ജോലിയാ. ചേച്ചി ബാത്റൂമിനടുത്തോടെ ആരോ ഓടി പോകുന്നുണ്ടോ? ആര്? ഏയ്, എവിടെ? അവിടുന്ന് ആരും ഉണ്ടാവില്ല. ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഒരു പേടിപ്പെണ്ണ്. നടക്കങ്ങോട്ട്. ചേച്ചി, അത് കഴിഞ്ഞാ കിടന്നോളൂ ട്ടോ. നടക്ക്. നടക്കാൻ പറയട്ടെ. ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന്. അങ്ങോട്ട് കേറി കുളിച്ചേ. പറയട്ടെ. കണ്ടതാ. ഇവിടെ ഒരു കാര്യം. ലക്ഷ്മി, 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 ഇവിടെ. വർമ്മ സാറ് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും വർമ്മ സാറും കൂടി എന്നെ വറുത്ത് തിന്നടി. ഞാൻ അപ്പനാ. അപ്പനെന്താ ഇരുട്ടത്ത്? എന്തിയെ പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചു പോകൂലേ? ആദ്യേ അമ്മേനെ കാണാൻ അപ്പൻ അടുക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ. ഓ, ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? അതെ, അവിടെ തന്നെ നിന്നോ. ഞാൻ അമ്മയൊന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ? അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പന്. കറുപ്പ് നിന്റെ അപ്പനാടാ. ഇരുട്ടത്തപ്പ നീയൊക്കെ ഇരുട്ടി തപ്പൂടാ. അപ്പം വല്ല മോനായിരുന്നെങ്കിൽ രണ്ടടിയെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പൊ അതും പറ്റില്ല. എടാ, പിള്ളേര് കുളിക്കുന്നത് അതിൽ പുറത്ത് തരണം. ഇന്നത്തോടെ നിർത്തി തരണം നിന്റെ മൊബൈൽ കൈ. നിക്കടാ. കുളിക്കുമ്പോ ഞാൻ അറിയാത്ത മൊബൈൽ ഫോണില് ക്യാമറയിൽ എന്നെ വിട. ഞാൻ പറയട്ടെ. എന്നെ വേണ്ട, ഒന്നും പറയണ്ട. എല്ലാരും ഉറങ്ങാൻ കിടന്നപ്പോ നീ ആരെ കാണാൻ അങ്ങോട്ട് പോയത്? അത് പിന്നെ മോളെ, അയ്യോ മാഡം, ഈ സാറല്ല, അവനാ ആ തോട്ടം നനയ്ക്കുന്ന പയ്യൻ. ഈ സാറ് വന്ന് പിടിച്ചപ്പോഴാ ഞാൻ പോലും കാര്യം അറിയുന്നത്. സാറേ, പിഴച്ച വഴിക്കൊന്നും പോവില്ലെന്ന് ആന്റണിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ആദ്യം സാറിനെ പരിചയപ്പെടുത്തിയത്. സാറിന്റെ മകൾ ഇവിടുത്തെ രാജകുമാരിയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രാജകുമാരനാ. എന്റെ മോള്. സാറത് കാര്യമാക്കണ്ട. സ്വന്തം നാട്ടുകാരന് തല്ല് കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുള്ളതാണേ. ആ സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. പാവം. അതി, അന്നി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകാരി എന്റെ മോളാണ്. മോളെ, ഇന്ന് വരെ ഈ തറവാട്ടിൽ ഒരു പെണ്ണും ആണിനെ അടിച്ചിട്ടില്ല. മോള് ആദ്യോട് മാപ്പ് പറയാൻ. മാപ്പ് പറയാനുള്ള തെറ്റൊന്നും സാറിന്റെ മകള് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ ആരായാലും തല്ലിപ്പോവും.
പിന്നെ മേഡത്തിന് അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധം. ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അബദ്ധം പറ്റിയവരോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മളെ കാണിക്കേണ്ടത്. ഗുഡ് നൈറ്റ്. ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. ബ്ലൂടൂത്ത് ഓണായി. ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചാ എന്ത് ഒന്നും അറിഞ്ഞൂടാത്തോല. ആ കുളിസി അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരു അടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. നീ പോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ? ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസയും നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീല പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്ററാണിത്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം മനുഷ്യനോട് ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാടേ. എന്ത് തരൂല്ലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ. നിനക്കറിയോ, വിനാശകാലത്ത് ഏത് നല്ല തറവാട്ടിലും ഇതുപോലുള്ള അസുരവിത്തുക്കൾ വന്ന് ജനിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാത്തത്. കാണാനൊക്കെ സുന്ദരിയാ, പക്ഷേ മനസ്സ് രാക്ഷസിയുടെ. ഏട്ടത്തി പറയുന്നത് ശരിയാ. അവള് രാക്ഷസി തന്നെയാ, നിധി കാക്കുന്ന രാക്ഷസി. അവളെ വേണേ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ആ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതുകൊണ്ട് മാത്രമാ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇടവരുത്താതെ നീ നാത്തൂനെ നേരത്തെ വിളിച്ചത് എത്ര നന്നായി. ഒരമ്മയുടെ മനസ്സറിയാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വേണോ? ദാ വെച്ചോ. മോളുടെ അമ്മയ്ക്ക് മോളെ മനസ്സിലാവും. അമ്മമാർക്കേ മക്കളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റൂ. ആർക്കും ആരെയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പ, കൂടെ നിൽക്കാനാ പ്രയാസം. പറയണത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഞാൻ പോവാം. എനിക്കെന്തോ കുട്ടിയെ ഓർത്തിട്ട് കിടന്നുറങ്ങാൻ തോന്നിയില്ല. നമ്മുടെ കണ്ണ് നിറയുമ്പോ സ്നേഹത്തോടെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ കണ്ണ് നിറഞ്ഞതിന്റെ കാരണം നമ്മൾ മറന്നുപോകും. പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിൽ അത് വല്ലാത്തൊരു ഒറ്റപ്പെടല. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയുടെ പക്വത. സമയം കുറേയായി, മോള് കിടന്നു. കൊത്തുമീനെ അങ്ങോട്ട്. ഈ മീങ്ങൾക്കൊന്നും ഒരു നാണമില്ല. അതങ്ങനെ കുളിസിയും കണ്ട് വളരുന്ന മീങ്ങളല്ലേ? പത്രമൊക്കെ പിന്നെ വായിക്കാം. എന്റെ കൂടെ വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഒന്ന് വാ. വേറിട്ട കാഴ്ചയോ? ഇനിയിപ്പൊ കുളിസീനെങ്ങാനും ആണോ? ഏയ്, അതിപ്പോ അമ്മാവനെ കൊണ്ടുപോയി കാണിക്കൂ. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഞാനും നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് വന്നേ. പറയാളിയാ കണ്ടോ,
ഇത്രേ ഉള്ളൂ. ആ എന്റെ ചന്ദ്രപതിയുടെ പ്രാർത്ഥനയുടെ ഫലമാ. എന്ത് മിന്നു ദോശ ഇടുന്നത്? ഓടാ, ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ മുട്ടറക്കി എന്റെ മുട്ട് മുഴുവൻ നീരാകളിയാ. മുട്ടിറക്കാ പിന്നെ മുട്ടിനല്ലാതെ പെടലിക്ക് നീര് വരൂ. പ്രാർത്ഥന ഫലിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദോശ. ലക്ഷ്മി വന്നതിന് ശേഷമാണ് മിന്നുമോൾക്ക് ഈ മാറ്റം. എല്ലാം വേസ്റ്റായി. ദോശമാവ്. ഹായ്, നല്ല മുശുക്ക് മണം. നീ എന്റെ തേപ്പൊട്ടി കൊണ്ട് കയറ്റം കയറാം. ഒന്ന് വേണ്ട അയക്കടാ. നിന്റെ മാനേജർ ഇപ്പൊ ഒരുങ്ങി വരും. സ്വന്തം അപ്പനാണ് ഡ്രൈവർന്ന് പോലും വിചാരമില്ലാത്ത മരക്കഴുത. ആണ് സഖി ഞാൻ വെറുമൊരു പാമ. നീ ഇവിടെ പൊട്ടനാന്നുള്ള കാര്യം മറക്കണ്ട കേട്ടാ. പൊട്ടന്മാർക്ക് സംസാരിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ, പാടാലോ. പാടാത്ത പൊട്ടനും പാടൂ, പാടാത്ത അയ്യോ പൊട്ടനാണേലും നല്ല താളമുണ്ട്. സാറിന്റെ ഇവിടെ അല്ല, ആന്റിക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? കൊതുകിന്റെ ശല്യം? അതിനത് കൊച്ചിയല്ലല്ലോ, കൊട്ടാരല്ലേ. വെറുതെ അല്ല, ആ ലീല നിന്റെ വലയിൽ വീണത്. കോമഡി പറയുന്നവരെ ഐശ്വര്യ റോയ്ക്ക് വരെ ഇഷ്ടാവട്ടോ. സത്യമായിട്ട് സാറ് ഞാൻ താൻ ഒന്നും പറയണ്ട. ഇന്ന പ്രായത്തിലെ പ്രേമിക്കാവുള്ളെന്ന് ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഈ പ്രണയം എന്ന് പറയണത് വാർദ്ധക്യം ബാധിക്കാത്ത ഒരു വികാരമാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പൊ അത്തരത്തിലൊരു ഒരു ഒരു ഇതിലാണ്. അതേന്ന് മറ്റാരുമല്ല, ലക്ഷ്മി. ലക്ഷ്മിക്ക് മിന്നുമോളോടുള്ള സ്നേഹം കാണുമ്പോ അവക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അതെ, തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട. ആന്റണി മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ഇപ്പോ ഈ കാര്യം എന്നോട് മാത്രല്ലേ പറയാൻ പറ്റുള്ളൂ. അതെ, എന്നോട് തന്നെ പറയണം. റൈറ്റ്, നമുക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സമയമാകുമ്പോ ആന്റണി തന്നെ ലക്ഷ്മിയോടൊന്ന് സംസാരിക്കണം. ലക്ഷ്മിയോട് ഞാൻ പറയണം. എനിക്ക് നേരിട്ട് പറയാൻ ഒരു ഇതല്ലേ അതുണ്ടാവും. സ്വർഗത്തേക്കാൾ സുന്ദരം എന്റെ കർത്താവേ. ആന്യ വല്ലതും പറഞ്ഞു കാണുമോ? ചായ കൊണ്ട് വരുന്നുണ്ട്. ഇനി എങ്ങനെ ഫേസ് ചെയ്യും? എവിടെയാ തുടങ്ങേണ്ടത്? നിന്നോട് ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. അവളൊരു ചായ കൊണ്ടുവന്നു. ലക്ഷ്മി അമ്മേ, ആദിയുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മി അമ്മ എന്തിനാ പോകുന്നത്? അത് പിന്നെ ആദിയുടെ അച്ഛനും അമ്മ എങ്ങനെയാ? കുഴപ്പക്കാരാ? അമ്മ പാവാ. അപ്പൊ അച്ഛൻ ഭീകരനാ? കണ്ടാൽ ഒരു ഭീകരനാണെന്ന് തോന്നുമെങ്കിലും ആള് പാവാ. പക്ഷേ ഈയിടെയായിട്ട് ഉള്ളിൽ എന്താണെന്ന് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവണില്ല. അത് സാരല്ല, അമ്മ ലക്ഷ്മി അമ്മയെ പോലെ ആയാ മതി. ഈ ആന്റണി ചായന്റെ ഒരു കാര്യേ, എപ്പോ ഓഫീസിൽ പോകാൻ ഇറങ്ങിയാലും എന്നെ കാണണം. ഇനി ഇതുപോലത്തെ ഒരുപാട് തമാശകൾ എന്റെ അടുത്തുണ്ട്. പ്രിയാമ്മ ഞാൻ പറഞ്ഞുതരാം. അല്ല, ആദി സാർ മുന്നിലിരുന്നോട്ടെ. പിന്നിലിരുന്ന് എന്താ കുഴപ്പം? ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ആന്റണി ചേട്ടാ? അങ്ങനെയാണല്ലോ പതിവ് സാറേ. പതിവില് പല പല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ മിന്നു? ഡ്രൈവർ വണ്ടി എടുക്കൂ. ആദി, ഇത് കണ്ടോ? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ എടുത്ത ഫോട്ടോയാ. സ്മാർട്ട് ആണല്ലോ. എന്താ ഹോൺ അടിച്ച് പഠിക്കാ? ആരോ ഹോൺ അടിക്കാത്തൊരു ആദി, ഇത് കണ്ടോ?
എനിക്ക് 1.5 വയസ്സുള്ളപ്പോ എടുത്ത ഫോട്ടോയാ. ആ അന്നേ സുന്ദരിയാണല്ലേ. അതെ, ഈ റോഡിലൊന്നും ഒരു ഈച്ച പോലും ഇല്ല, പിന്നെ എന്തിനാ ഈ ഹോൺ അടിക്കണേ? അല്ല, റോഡ് മുഴുവൻ കട്ടറാ. എന്താ ഹോൺ അടിച്ച കെട്ടണിട്ട് ഓടുവോ? നേരെ നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിലേ വണ്ടിക്ക് വല്ല അപകടം പറ്റുമേ. അങ്ങനെ അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ അടിക്കടി ഇങ്ങനെ ഹോൺ അടിക്കണേ. ആയിക്കോട്ടെ.